പറ്റിയല്ല. ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സമയം കൊടുത്തു? കാരണം എന്തെന്നറിയാമോ, താങ്കൾ അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ന്യായീകരണങ്ങൾ. അത് അപ്പോഴൊന്ന് ഖണ്ഡിച്ച് ചോദിച്ചില്ലെങ്കിൽ പിന്നീട് ഇത് കുറേ ചോദ്യങ്ങളുടെ ഒരു ഉത്തരമായി മാറേണ്ടി വരും. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ശരി, ഞാൻ താങ്കൾ പറഞ്ഞ അഭിപ്രായമൊന്നും തിരുത്തുന്നില്ല. താങ്കൾ പറഞ്ഞു, അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ താങ്കൾ പറയുന്നിടത്ത് താങ്കൾ പറഞ്ഞോളൂ, തുടർന്നോളൂ. താങ്കളുടെ സമയമൊന്നും ഞാൻ കവരുന്നില്ല, താങ്കൾക്ക് പറയാം. പക്ഷേ അതിനിടയിലെ ചില ചോദ്യങ്ങൾക്ക് കൂടി താങ്കൾ ഉത്തരം നൽകൂ. ഇപ്പോൾ മേയറുടെ മഹിമയൊക്കെ താങ്കൾ വർണ്ണിച്ചല്ലോ. പക്ഷേ ഇവിടെ ഏത് ക്രിമിനൽ കേസിലെ പ്രതിയാണെങ്കിലും KSRTC ഡ്രൈവറാണ്. അദ്ദേഹം കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറുക്കെ വണ്ടി നിർത്തി തടഞ്ഞു നിർത്താനുള്ള അധികാരം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എവിടെയാണ് നൽകുന്നത്? വെറുതെ ഈ ചർച്ചയിൽ നിന്ന് എന്നെ ബഹിഷ്കരിപ്പിക്കാനും നിങ്ങൾ അവസരം ഉണ്ടായിരുന്നു. ഞാനത് കണക്കൂട്ടി തന്നെ അവിടെ ഇരിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ചർച്ചയാണ്, താങ്കൾ അതിനുള്ള മറുപടി നൽകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ താങ്കൾ മാത്രം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പോകും. അതിനിടയിലുള്ള ചില സംശയങ്ങളാണ്, പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ താങ്കൾക്ക് അതിന് ഉത്തരം നൽകാവുന്നതല്ലേ ഉള്ളൂ. താങ്കൾ എന്തിനാണ് എപ്പോഴും ബഹിഷ്കരണത്തിനെ കുറിച്ച് മാത്രം പറയുന്നത്? അല്ല മാഡം, ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നത്. ഞാൻ ആരോഗ്യകരമായ ചർച്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഈ ചാനലിലാണ് പോലും. ശ്രീ റെജി ലൂക്കോസ് ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഡ്രൈവർ യദുവിനെ ന്യായീകരിക്കുന്നത്, രണ്ട് മേയറുടെ നേട്ടങ്ങൾ, ഇത് രണ്ടുമാണല്ലോ വിശദീകരിച്ചത്. ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, അതിലേക്ക് വരും എന്ന് കരുതുന്നു. ഇവിടെ മേയർ എത്രാമത്തെ വയസ്സിൽ മേയറായി, അവരുടെ സംഭാവനകൾ തിരുവനന്തപുരത്തിന്, അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. മേയർക്ക് എന്ത് അധികാരമാണ് അവരുടെ സ്വകാര്യ യാത്രക്കിടയിൽ KSRTC ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡ്രൈവറോട് ഇറങ്ങു പുറത്തേക്കെന്നും മറ്റ് യാത്രക്കാർ എടുത്ത വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യൂ എന്ന് ആക്രോശിക്കാനും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾക്ക് എന്ത് അധികാരമാണ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ? ജനപ്രതിനിധികൾക്ക് മാത്രമല്ല, ഏതൊരു പൗരനും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടനയും 4 തവണ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞൊക്കെ പോകാതെ മാഡം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധതയ്ക്ക് എതിരെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നോട് ന്യായീകരിക്കാൻ ഞാൻ എന്തിനാ ന്യായീകരിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ന്യായീകരിക്കുന്ന ഒരു ക്രിമിനലെയാണ്, ഒരു സ്ത്രീ വിരുദ്ധനെയാണ്. അത് കേരളീയ സമയം പുറക്കത്തല്ലേ. എത്ര രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നാമ്പറങ്ങളും ചായകളും ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളുടെ ശത്രു. അത് ആ സ്ത്രീക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സുപ്രീം കോടതിയുടെ വിധിയെ പിന്നെ എന്താ പറയുക, മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. ഈ ആര്യ രാജേന്ദ്രന്റെയും അയാളുടെ സഹോദര ഭാര്യയും അയാളുടെ ഭർത്താവും അവരുടെ സഹോദരന്റെ യാത്ര ചെയ്തൊരു സ്വകാര്യ വണ്ടിയില്ല. രാത്രി 10:30ക്കാണ് ഇവരുടെ മുമ്പിൽ 3 തവണ ഈ വാഹനം ഇടിക്കത്തക്കതിൽ യാത്ര ചെയ്തു. അതിനുശേഷം അത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇയാള് അറിയാം അയാളെ എന്താ ചെയ്യുന്നുള്ളവരെ കണ്ടു നിന്നവരും കൂടെ പറഞ്ഞിട്ടുണ്ട്. അയാൾ വൃത്തികെട്ട രീതിയിലുള്ള ആംഗ്യഭാഷ കാണിക്കുന്നത്. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാന്നുള്ള ഒരു പൗരന്റെ കടമയാണ്. അത് മേയർ അല്ലെങ്കിൽ ആരായാലും അതവർ ചോദിച്ചുള്ളൂ. ഇനി അത് ചെയ്യാതെ കണ്ട് ഈയുടെ പേര് പരാതി കൊടുത്താൽ നിങ്ങൾ അന്നേരം പറയും എന്തുകൊണ്ട് ആ നിമിഷം പ്രതികരിച്ചില്ല, ആ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുള്ള രാജ്യമല്ല നിങ്ങൾ പറയും. ഒരു സംശയമില്ല കാര്യത്തിൽ.